ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാനീ പറയുന്ന ഒരു വസ്തു, ഇതുവരെ പറയാത്ത കാര്യമാണ്. ഞാനീ പറയുന്ന ഒരു ഔഷധമാണ്. പച്ചമരുന്നോടെ ഒന്ന് മേടിക്കാം, 40 രൂപയൊക്കെ ആകത്തുള്ളൂ. ഇതുവരെ പറഞ്ഞിട്ടില്ല, പുതിയ പറയാത്ത ഒരു കാര്യമാണ്. ഞാനീ പറയുന്ന ഈ ഒരു ഔഷധം, ഈ ഒരു വസ്തു നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് വീട്ടിൽ ഞാനീ പറയുന്ന സ്ഥാനത്ത് നിങ്ങളൊന്ന് വെച്ച് നോക്കിക്കേ. ഇത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സാമ്പത്തികം വരും, വരുമാനത്തിന് പുതിയ വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു വരും. ആ വീട്ടിലേക്ക് ഇന്നലെ നാളെ ലക്ഷങ്ങൾ വന്നു ചേരും. സാമ്പത്തികത്തിന് പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകും, സംശയം വേണ്ട. ചില ഔഷധക്കൂട്ടുകൾക്ക് അല്ലെ ചില ഔഷധങ്ങൾക്ക് ചില ശക്തിയുണ്ട്. ഞാനിത് പറയുന്നത് ഭഗവാന്റെ പാദം തൊട്ടാണ്. ഞാനീ പറയാൻ പോകുന്ന ഈ ഒരു വസ്തു ഞാൻ പച്ചമരുന്ന് കടയിൽ നിന്ന് 40 രൂപ കൊടുത്ത് വാങ്ങി. ഇതുവരെ പറയാത്തൊരു കാര്യം കേട്ടോ. ആ വസ്തു ഞാൻ വീട്ടിലൊരു പ്രത്യേക സ്ഥാനത്ത് വെച്ചു. പക്ഷെ ഞാനത് എനിക്കൊരു മരുന്നിന്റെ പർപ്പസിന് വേണ്ടിയാണ് മേടിച്ചത്. അല്ലാതെ എനിക്ക് അത് അറിയത്തില്ലായിരുന്നു അതിന് ഇങ്ങനെ ഗുണമുണ്ടെന്ന്. പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ട് പുതിയ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. അപ്പോഴാണ് മനസ്സിലായത് ഈ ഔഷധം വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ സാമ്പത്തികം വരുമെന്നുള്ളത്. നിങ്ങൾ ചെയ്തു നോക്കുക. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് ചെയ്തു നോക്കുക. 40 രൂപയുടെ കാര്യമൊരു, പക്ഷെ ഇത് വിശ്വാസത്തോടെ ചെയ്താൽ എനിക്ക് സാമ്പത്തികമായിട്ട് ചില മാർഗങ്ങൾ അല്ലെ ചില മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഏതൊരു കാര്യം സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ഗുണം ചെയ്യും. ഈ പറയുന്ന ഒരു വസ്തു വീട്ടിലോട്ട് കയറ്റുക, അത് ഞാൻ പറയുന്ന സ്ഥാനത്ത് വെക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ, ഇപ്പോൾ ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകണമെന്നല്ല. എനിക്കൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മാറ്റം ഉണ്ടായത്. ഇത് ചിലർക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാകും, ചിലർക്ക് ചിലപ്പം പതുക്കെ ആയിരിക്കും. എന്തായാലും സാമ്പത്തികം, പുതിയ വരുമാന മാർഗങ്ങൾ, സാമ്പത്തികം വരും, ജീവിതം മാറും. ഔഷധങ്ങൾക്ക് ചില ശക്തിയുണ്ട്. ഞാൻ ഏത് ഔഷധമാണ് പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അത് എവിടെ വെക്കണമെന്ന് പറഞ്ഞുതരാം. അതോടൊപ്പം നമ്മുടെ വീടിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ചില ദേവതകളെ വിളിച്ചാൽ പെട്ടെന്ന് പ്രസാദിക്കും. മനസ്സിലായില്ലേ? ചില ഭാഗങ്ങളിൽ, ഇപ്പൊ തെക്ക് പടിഞ്ഞാറേ മൂല, വടക്ക് കിഴക്കേ മൂല, ഇത് ചില ഭാഗങ്ങളിൽ ചില ദേവതകളെ വിളിച്ചു കഴിഞ്ഞാൽ ആ ദേവത പെട്ടെന്ന് പ്രസാദിക്കും. ആ വീട്ടിലേക്ക് എല്ലാ സമ്പത്തും ഐശ്വര്യങ്ങളും വരും. പിന്നെ വീട്ടില് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ സമ്പത്തിനെ തടയുന്നത്. അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ജീവിതത്തിലെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കാരണം വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഒരാൾക്കൊരു കച്ചവട സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം, വീട്ടിലും ചെയ്യാം. പിന്നെ പണപ്പെട്ടി വെക്കേണ്ട സാധനമുണ്ട്. പണത്തെ ആക്ടിവേറ്റ് ആക്കാൻ വീടിന്റെ ചില ഭാഗങ്ങളുണ്ട്. ഇത് ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. അച്ചട്ട. പിന്നെ നമ്മുടെ വിശ്വാസം വേണം, നമ്മളോട് പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പൊ അത് ഇന്ന് ചെയ്താൽ നാളെ എന്നല്ല, പക്ഷെ ജീവിതത്തിൽ മാറ്റം വരും. ചിലർക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാകും. അപ്പൊ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഈ അറിവ് എനിക്ക് നൽകിയ ഈശ്വരന് നന്ദി, ഗുരുക്കന്മാർക്ക് നന്ദി. ഇതൊന്നും എൻ്റെ കഴിവോ എൻ്റെ അറിവും അല്ല. ഞാൻ ഈ ഔഷധം വീട്ടിൽ മേടിച്ചത് അബദ്ധത്തിൽ ചെയ്തതാണ്. കാരണം വേറെ മരുന്നിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷെ അപ്പം തൊട്ട് എനിക്ക് സാമ്പത്തികമായിട്ട് പുതിയൊരു വരുമാന മാർഗങ്ങൾ തുറന്നു വന്നു. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൊ അത് അച്ചട്ട. അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് ഔഷധത്തിനകത്ത് കാര്യമുണ്ടെന്നുള്ളത്. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. അതിനാണ് വാട്സപ്പ് ഇടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാം ഞാൻ ഈ കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ പ്രയോജനപ്പെടും. ഏതൊരു വീടും രക്ഷപ്പെടും, യാതൊരു സംശയം വേണ്ട, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. പിന്നെ ഞാനിപ്പം വാട്സപ്പിൽ കുറേ നോക്കാനുണ്ട് കേട്ടോ. പലരും മെസ്സേജൊക്കെ ഇട്ടവരുണ്ട്. കുറെ തിരക്കായിപ്പോയി. കുറച്ച് നോക്കി, കുറച്ച് ഇന്നും നാളെയും ഒക്കെ ആയിട്ടേ തീരത്തുള്ളൂ കേട്ടോ. മെസ്സേജ് ഇട്ടവരും
ഒക്കെ നോക്കാനിട്ടവരും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. തിരക്കായതുകൊണ്ടാണ്, കുറേ അത്യാവശ്യ കാര്യം വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും നാളെയൊക്കെ ആയിട്ടാണ് തീരത്തുള്ളൂ കേട്ടോ. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അതിൽ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നോക്കും, കുറേ തിരക്കായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം പറഞ്ഞുതരാം. ഓം നർപ്പവി നർപ്പവി നർപ്പവി. അവിടെ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു വസ്തു കരിഞ്ജീരകമാണ്. ഇത് പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങണം. ഞാനായിട്ട് 100-200 ഗ്രാമാണ് വാങ്ങിയത്. 200 എന്നാണ് എൻ്റെ ഓർമ്മ. 40 രൂപയാണ്ടേ ആയുള്ളൂ. പക്ഷെ ഞാനത് വാങ്ങി, ഞാൻ വേറൊരു കാര്യത്തിനാണ് വാങ്ങി. പക്ഷെ ഞാനത് വാങ്ങി, ഞാൻ ഉപയോഗിച്ചില്ല അത്. കാരണം ഒരു മരുന്നിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് വാങ്ങിച്ചത്. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല, തിരക്ക് കാരണം. ഞാനത് അടുക്കളയിൽ വടക്ക് കിഴക്കേ മൂലയിൽ ഈ കരിഞ്ജീരകം മേടിച്ച പോലെ തന്നെ പൊതിഞ്ഞ് വെച്ചു. അത് വെച്ചത് ഒരു വടക്ക് കിഴക്കേ മൂലയിലാണ്, അടുക്കളയുടെ. പക്ഷെ അത് കഴിഞ്ഞ പിന്നെ കുറേ മാറ്റങ്ങളുണ്ടായി. സാമ്പത്തികമായിട്ട് പുതിയ വഴികൾ എന്ന് വെച്ചാൽ പുതിയ കുറേ മാറ്റങ്ങളുണ്ടായി. അതുവരെ ഇല്ലാത്ത ചില പുതിയ മാറ്റങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. പക്ഷെ ഇത് ആരോടും പറയരുത്. പറഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രഹസ്യാത്മകത വേണം. അപ്പം വീടിൻ്റെ അടുക്കളയുടെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു ഡപ്പിക്കകത്തോ, എന്തായാലും നമ്മളിപ്പം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ കടലാസിനകത്ത് പൊതിഞ്ഞല്ലേ തരുന്നത്, അതോടൊപ്പം അത് അഴിക്കണ്ട, ഒരു ഡപ്പിക്കകത്തിട്ട് വെക്കുക വടക്ക് കിഴക്കേ മൂലയിൽ. മനസ്സിലായില്ലേ? വടക്ക് കിഴക്കേ മൂലയിൽ ഒരു 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 സ്റ്റാൻഡ് തറച്ചിട്ട് അതേ വെച്ചാലും മതി. പൊക്കത്ത് വെക്കണം, താഴെ വെക്കരുത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു ആണി തറച്ചിട്ട് ഇതൊരു തുണിസഞ്ചിക്കകത്താക്കി കെട്ടി തൂക്കിയിട്ടാലും മതി. ഇനി ഇത് കേടാകുമ്പം ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ഇത് കേടാകുമല്ലോ, അതിനു മുമ്പ് എടുത്ത് ഇത് കളഞ്ഞിട്ട് വേറെ കരിഞ്ജീരകം വെക്കാം. അങ്ങനെ മാറ്റി വെക്കണം. കളയുന്നത് എവിടെ വേണേലും കളയാം, നമ്മുടെ പറമ്പിലോ മരത്തിൻ്റെ ചോട്ടിലോ ഒക്കെ എവിടെ വേണേലും കളയാം. കേടാകുന്നതിന് മുമ്പ് വേറെ കരിഞ്ജീരകം വെക്കണം. പഴയതെടുത്ത് നമ്മുടെ പറമ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ കളയാം, അതിനൊന്നും കുഴപ്പമില്ല, കളയാം. എന്നിട്ട് വേറെ പുതിയ കരിഞ്ജീരകം വെക്കണം. ഇത് ഇപ്പോൾ ഒരു തവണ നമ്മൾ വാങ്ങിച്ചു, ഒരു തുണിക്കകത്ത് കെട്ടി തൂക്കിയിട്ടാലും മതി. ഞാൻ ചെയ്തത് ഒരു ഡപ്പിക്കകത്ത് അവിടെ ഒരു വടക്ക് കിഴക്കേ മൂലയിൽ ഒരു ഫ്രിഡ്ജ് പോലെ പഴയതുണ്ടായിരുന്നു, അതിൻ്റെ മണ്ടയ്ക്കാണ് വെച്ച്. അതിൻ്റെ മണ്ടയ്ക്കല്ല, അതിൻ്റെ അകത്താണ് വെച്ച്. അത് വർക്കിംഗ് അല്ല, അതിൻ്റെ അകത്താണ് വെച്ച്. നിങ്ങൾ ഒരു ആണി തറച്ചിട്ട് ആണിയെ ഒരു തുണിസഞ്ചി തയ്പ്പിച്ചാലും മതി. അതിൻ്റെ അകത്ത് കരിഞ്ജീരകം വെച്ചിട്ട് ഒരു ആണിയെ തൂക്കിയിട്ടാൽ മതി. ആണി തറച്ചു വടക്ക് കിഴക്കേ മൂലയിൽ, അടുക്കളയുടെ വടക്ക് കിഴക്കേ മൂലയിൽ കിഴക്കേ ഭിത്തിയെ വേണം തൂക്കിയിടാൻ. മനസ്സിലായോ? ഇത് ആരോടും പറയരുത്. അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് തറച്ചിട്ട് അതിനൊരു ഡപ്പിക്കകത്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ ഡപ്പിക്കകത്ത് ഇടുമ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത് പേപ്പറിൽ പൊതിഞ്ഞ് തരുന്നത്, അതോട് ഉൾപ്പെടെ അത് അഴിക്കണ്ട. ഒരു ഡപ്പിക്കകത്ത് ഒരു സ്റ്റാൻഡ് തറച്ചിട്ടാലും, സ്റ്റാൻഡ് തറച്ച് ഒരു ഡപ്പിക്കകത്തിട്ട് അവിടെ വെച്ചാലും മതി. ഇതൊന്നും ആരോടും പറയണ്ട. പറഞ്ഞ് പിന്നെ ആരെങ്കിലും അറിഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അറിയാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായില്ലേ? ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 40 രൂപയുടെ കാര്യമേ ഉള്ളൂ, നല്ല കാര്യമാണ്. പക്ഷെ ഇതിന് ചില ശക്തിയുണ്ട് കേട്ടോ. കാരണം ഔഷധങ്ങൾക്ക് ശക്തിയുണ്ട്. ഈ കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഔഷധമാണ്. അതിനൊക്കെ പ്രത്യേക പവറുണ്ട്. അതായത് ധനത്തെ ആകർഷിക്കും. കാരണം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞായിരുന്നു, ഭഗവാന്റെ പാദം തൊട്ടാ പറയുന്നത്. ഇതിനകത്ത് അപ്പുറമൊന്നുമില്ല. എനിക്ക് അനുഭവം വന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. ഇത് വെച്ചപ്പം തൊട്ടാണ് എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നപ്പോഴേ, കുറേ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി കുറേ എനിക്ക് തന്നെ പുതിയൊരു സാമ്പത്തികത്തിനുള്ള ഒരു മാർഗങ്ങൾ വന്നു. ഇത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ കരിഞ്ജീരകത്തിന് ധനത്തെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല ദൃഷ്ടിദോഷം മാറ്റാനുള്ള കഴിവുമുണ്ട് കരിഞ്ജീരകത്തിന്. ഔഷധങ്ങൾക്ക് പ്രത്യേക ശക്തിയുണ്ട്, അറിയാമല്ലോ. മഹർഷിമാരും സന്യാസിമാരും ഒക്കെ ഔഷധങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ സ്ഥാനത്ത് നിങ്ങൾ വെക്കുക. ഇനി നിങ്ങളൊരു കട നടത്തുന്നുണ്ടെങ്കിൽ കടയിലും നിങ്ങൾക്കിത് വടക്ക് കിഴക്കേ മൂലയിൽ കിഴക്കേ ഭിത്തിയിൽ ഇതുപോലെ കടയിലും, നിങ്ങളുടെ ഏത് മുറിയാണെന്ന് വെച്ചാൽ ആ മുറിയിൽ വടക്ക് കിഴക്കേ മൂലയിൽ കിഴക്കേ ഭിത്തിയിൽ ഒരാണിയിൽ തുണിസഞ്ചിക്കകത്ത് കരിഞ്ജീരകം ഇട്ടിട്ട് സഞ്ചി കെട്ടി, ചെറിയൊരു തുണിസഞ്ചി, അതൊരു ആണിയിൽ തൂക്കിയിടാം. മനസ്സിലായോ?
വടക്ക് കിഴക്കേ മൂല കിഴക്കേ ഭിത്തിയെ ചെയ്യാം. കടയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും നിങ്ങൾക്ക് വണ്ടി കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ വണ്ടിയിൽ ഒരു ചെറിയ തുണിസഞ്ചി ചെയ്യാതെ കരിഞ്ചീരം വെച്ച് കെട്ടി വണ്ടിയെ വെച്ചാൽ മതി. ആരും ചോദിച്ചാൽ ഇതെന്നാന്നൊന്നും പറയണ്ട. അത് നമ്മളൊരു സാധനം വെച്ചിരിക്കുക അല്ലെ എന്നെങ്കിലും പറഞ്ഞാൽ മതി. ഇതെല്ലാവരോടും പറയുമ്പോഴും ഒക്കെ അതിനൊരു ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ആളുകളോട് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഒരു പവർ കുറയും. എല്ലാ കാര്യം ഇപ്പം എല്ലാവരോടും പറയണം നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മളെ പല കാര്യങ്ങളും ചെയ്യുമ്പം നമുക്കിപ്പോൾ എല്ലാവരോടും എല്ലാ കാര്യം പറയാറില്ലല്ലോ. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇപ്പം ഇത് നിങ്ങളും ചെയ്ത് നോക്കുക. ഉറപ്പാണ് സാമ്പത്തികത്തിന് പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. വീട്ടിലെ കലഹങ്ങൾ മാറും. കുടുംബത്തിൽ എല്ലാവരുമായിട്ട് ഒരു ഐക്യങ്ങളൊക്കെ ഉണ്ടാകും. നല്ല നല്ല കാര്യങ്ങൾ നടക്കും. ഇത് കേടാകുമ്പോൾ മാറ്റിക്കോണം കരിഞ്ചീരകം. പഴയതെടുത്ത് എവിടെ വേണേലും കളയാം. കേടാകുന്നതിന് മുമ്പ് പുതിയ കരിഞ്ചീരകം വെക്കണം. വലിയ പൈസയൊന്നും ആകത്തില്ലല്ലോ, നല്ല കാര്യമാണ്. അപ്പം ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ. ഇത് പണ്ട് തൊട്ടേ ചെയ്യുന്ന ചില നാടൻ മാന്ത്രിക പ്രയോഗങ്ങളാണ് കേട്ടോ. ഇതൊക്കെ പലർക്കും അറിയാം, പണ്ടുള്ള ആളുകൾക്ക്. പക്ഷെ ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ പലർക്കും അറിയാവുന്ന പഴയ ആളുകൾക്കാണ്. പഴയ എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള കാര്യമാണ്. നാടൻ മാന്ത്രിക പ്രയോഗങ്ങൾ നല്ല രീതിയിലുള്ള, നമ്മൾ അങ്ങനെയുള്ള കാര്യം പറയത്തുള്ളൂ. പഴമക്കാർക്ക് അറിയാവുന്ന ചില വിദ്യകളാണ് ഇതൊക്കെ. പക്ഷേ ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഈ കരിഞ്ചീരകത്തിന് അങ്ങനെ ഒരു പവറുണ്ട്. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കുക. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ ഇത് ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിൽ ശങ്ക വരരുത്. ഇത് ചെയ്യുമ്പം ശരിയാകുമോ. ഞാനിത് വെച്ചപ്പം എൻ്റെ മനസ്സിൽ ഒരു ശങ്കയില്ലായിരുന്നു. കാരണം ഒരു മരുന്നിന് വേണ്ടി കൊണ്ടുവച്ചാൽ നമ്മൾ ശങ്കയൊന്നുമില്ലായിരുന്നു. ശങ്ക വന്നാൽ അത് ഫലം കിട്ടാൻ അത് തടസ്സം ഉണ്ടാകാം. നമ്മൾ ആ ചെയ്യുമ്പോൾ ഒരു വിശ്വാസത്തോടെ ചെയ്യണം. എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചാലും വിശ്വാസത്തോടെ ഓടിച്ചില്ലേ വണ്ടി ഒന്നും ഇടിക്കത്തില്ലേ. ഒരു കുടുംബം നമ്മളൊരു കുടുംബം പുലർത്തുന്നു, സംശയത്തോടെ കുടുംബം പുലർത്തുക എന്നും കലഹമായിരിക്കും. ഒരു ജോലി ചെയ്യുന്നു, സംശയത്തോടെ ചെയ്താൽ ആ ജോലി വിജയിക്കത്തില്ല. ഒരു വിശ്വാസം വേണം, ഇതിലൊരു ശുഭാപ്തി വിശ്വാസം. ഈശ്വര എന്നുള്ള ചിന്ത ചെയ്യണം. അത് ഫലമാകും. അല്ല ചുമ്മാ നെഗറ്റീവ് ചിന്താഗതികളോട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സമയം കളയാന്നുള്ളത് കേട്ടോ. ശരിയാകുമോ? എങ്ങനെ ശരിയാകാനാ? ഞാൻ ഏറ്റവും മോശക്കാരനാ, എനിക്ക് ഏറ്റവും വലിയ കഷ്ടപ്പാട് ഈശ്വരൻ തന്നു. ഇങ്ങനെ നെഗറ്റീവ് ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താലും ആ ഫലമാകത്തില്ല കേട്ടോ. അപ്പൊ നമ്മളൊരു നല്ല മനസ്സോട് കൂടി ചെയ്യുക, അത് ഫലമായിട്ട് വരും. ഞാൻ അനുഭവത്തിൽ നിന്നാ പറയുന്നത് കൃത്യമായ കാര്യമാണ്. ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാകും. നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ വീടിന് സാധാരണ വീട്ടിലേക്ക് കയറുമ്പോൾ 2 പടിയാണ് വെക്കുന്നത് അല്ലേ? 2 പടി. അപ്പം ഞാൻ പല ആശാരിമാരോടും മേസ്തിരിമാരോടും വലിയ ഈ തന്ത്രശാസ്ത്രം അറിയാവുന്നവരോടും ഒക്കെ ചോദിച്ചു, ഈ 2 പടി എന്തിനാണ്? അപ്പോൾ അവർ പറയുന്നത് പല കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം അതങ്ങനാണ് ഇങ്ങനെയാണ്. പക്ഷെ കറക്റ്റ് കാരണമല്ല എനിക്ക് മനസ്സിലായത്. കറക്റ്റ് അല്ല പറയുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ ഉത്തരം കണ്ടെത്തി. എന്താണെന്നറിയോ? വീട്ടിൽ 2 പടി വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ വലത്തെ കാല് കൊണ്ട് ആദ്യത്തെ പടിയെ ചവിട്ടുന്നു. പിന്നെ രണ്ടാമത്തെ ഇടത്തെ കാല് കൊണ്ട് രണ്ടാമത്തെ പടിയെ ചവിട്ടുന്നു. മൂന്നാമത്തെ വലത്തെ കാല് വെച്ച് അകത്തേക്ക് കയറുന്നു. അങ്ങനെ വലത്തെ കാല് വെച്ച് അകത്തേക്ക് കയറാനാണ് 2 പടി വെക്കുന്നത്. അതായത് വലത്തെ കാല് വെച്ച് അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഇടത് കല ആക്റ്റീവ് ആകും. ശരനൂൽ വിദ്യയാണത്. നമുക്കെല്ലാം ശുഭമായിട്ട് വരാൻ വേണ്ടിയാണ്. ഇടത് കലയെന്ന് പറഞ്ഞാൽ വശ്യമാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ സമാധാന സമ്പത്തും ഉണ്ടാകാൻ വേണ്ടിയാണ് പൂർവികന്മാർ, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ച ആളുകൾക്ക് അവർക്കറിയാം. പിന്നെ നമ്മളിത് ഫോളോ ചെയ്തു വരുന്ന ആളുകൾക്കാണ് ഇതിന്റെ കാരണങ്ങൾ അറിയാത്തത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവർ ഈ 2 പടി നിഷ്കർഷിച്ചിരിക്കുന്നത് ഈ ഉദ്ദേശത്തിലാണ്. അത് ശരനൂൽ ശാസ്ത്രമാണ്. അപ്പം നമ്മൾ വലതുകാല് വെച്ച് വീട്ടിലേക്ക് കയറാൻ വേണ്ടിയാ. അപ്പോൾ ശ്രദ്ധിച്ചോണം. ഇനി വലതുകാല് വെച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഈ ഒരു മന്ത്രം ജപിക്കുന്നതോടൊപ്പം വലതുകാല് വെച്ച് കയറുക. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഇത് വീഡിയോയുടെ താഴെ എഴുതിയിടേണ്ട കാര്യമില്ലല്ലോ, കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. ഒന്നുകൂടെ ചെല്ലാം. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. എല്ലാ ഭൂതങ്ങളിലും കുടികൊള്ളുന്ന ദേവി, ലക്ഷ്മി രൂപത്തിൽ, ലക്ഷ്മി എന്ന് വെച്ചാൽ ധനം രൂപത്തിൽ കുടികൊള്ളുന്ന ദേവി, അവിടുത്തെ ഞാൻ നമിക്കുന്നു. അപ്പോൾ അങ്ങനെ മനസ്സിൽ
യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ എന്ന് മനസ്സിൽ ജപിച്ചിട്ട് ഇടതുകാലം വെച്ച് കയറുക. അത് ജപിച്ചോണ്ട് ഇടതുകാലം വെച്ച് ക്ഷമിക്കണം കേട്ടോ, പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. മനുഷ്യനല്ലേ, ഇടയ്ക്ക് പറയുമ്പോൾ തെറ്റിപ്പോവും, ക്ഷമിക്കുക. വലതുകാലം വെച്ച് കയറുക. വീട്ടിലേക്ക് ആദ്യത്തെ പടിയിലേക്കല്ല, നമ്മൾ ഇപ്പൊ ആദ്യത്തെ പടി ചവിട്ടി വലതുകാലം കൊണ്ട്, രണ്ടാമത്തെ പടി ഇടതുകാലം കൊണ്ട് ചവിട്ടി, മൂന്നാമത്തേത് വലതുകാലം വെച്ച് വീട്ടിലേക്ക് കയറുക. അപ്പൊ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറുമ്പോൾ ആ വലതുകാലം വെക്കുന്നതോടൊപ്പം മനസ്സിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വെച്ച് വീട്ടിലേക്ക് കയറുക. അവിടെ ധനത്തിന്റെ പെരുമഴ മഹാലക്ഷ്മി നൽകും. വിശ്വാസത്തോടെ ചെയ്യുക, നിത്യേന ചെയ്യുക. ഇനിയും വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് ഞാനീ പറയുന്ന മന്ത്രം നിങ്ങൾ ജപിക്കണം. നമ്മുടെ വീടിന് തെക്ക് പടിഞ്ഞാറേ മൂല ഉണ്ടല്ലോ, എല്ലാ വീടിനും ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും വിചാരിക്കരുത്, ഉണ്ട്. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതിനെക്കുറിച്ച് വിശദമാക്കേണ്ട കാര്യമില്ലല്ലോ. വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് കിഴക്കോട് തിരിഞ്ഞു നിന്ന് രാവിലെ, അത് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ഭാഗമാണ്, നമ്മുടെ പൂർവികന്മാരുടെ. അവിടെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് രാവിലെ ഓം നമോ നാരായണായ ജപിച്ച് നമ്മളുടെ പിതൃക്കൾക്ക് വേണ്ടി, അവർക്ക് ഭഗവാനെ നാരായണ അവിടുത്തെ പാദത്തിൽ ഈശ്വരീയമായ സദ്ഗതി നൽകണമെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ കുടുംബം രക്ഷപ്പെടും. എന്ത് ചെയ്തിട്ടും മാറ്റമില്ല, ആ കുടുംബം രക്ഷപ്പെടും. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും. എളുപ്പ വഴിയായി പറഞ്ഞു തരുന്നത്. ലക്ഷങ്ങൾ മുടക്കി പലതും ചെയ്തിട്ടും രക്ഷപ്പെടാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ ശേഷം ഓം കൃഷ്ണായ നമയും കൂടെ ജപിക്കണം. ഇനി വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഈ മന്ത്രം ജപിച്ച പെട്ടെന്ന് സമ്പത്തും ഐശ്വര്യം ഉണ്ടാവും. ഈ മന്ത്രം ശിവായ നമ ജപിക്കുന്നതിന് മുമ്പ് അമ്മേ പരമേശ്വരി അവിടുത്തെ പാദങ്ങളിൽ കോടി കോടി പ്രണാമം നന്ദി എന്ന് പറഞ്ഞിട്ട് ശിവായ നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഈ മന്ത്രം വീടിന്റെ വടക്ക് കിഴക്കേ മൂല കിഴക്കോട്ട് നിന്ന് രാവിലെ ജപിക്കുന്ന നല്ലതാണ്. അത് മനസ്സിൽ ജപിക്കാം. വാഗുണ്ട് ജപിക്കാലും മനസ്സിൽ ജപിച്ചാലും ഫലമാണ്. നിങ്ങൾക്ക് മനസ്സിൽ ജപിക്കുക, വാഗുണ്ട് ജപിക്കുക, എങ്ങനെ വേണമെങ്കിലും ജപിക്കുക. പക്ഷെ വാഗുണ്ട് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ വാഗുണ്ട് ജപിച്ചു കഴിഞ്ഞ് ഒരു തവണയോ 3 തവണയോ മനസ്സിലൂടെ ജപിച്ചേക്കണം. അതിന് പ്രത്യേക ശക്തിയാണ്. ഇനി ഓം നമോ നാരായണയും തെക്ക് പടിഞ്ഞാറേ മൂലയെന്ന് വാഗുണ്ടാണ് ജപിക്കുന്നത്. അതുപോലെ ഓം കൃഷ്ണായ നമയും വാഗുണ്ടാണ് ജപിക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് പിതൃക്കളോട് പിതൃക്കളോടല്ല, നാരായണനോട് പിതൃക്കൾക്ക് സായുജ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നത് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. ഓം നമോ നാരായണ ജപിച്ചിട്ട് വീണ്ടും ഓം കൃഷ്ണായ നമോ വാഗുണ്ട് ജപിക്കണം. അപ്പൊ മന്ത്രങ്ങൾ ജപിക്കുന്ന ഇപ്പോൾ നിങ്ങൾ വാഗുണ്ട് ജപിച്ചു, എന്നിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, അങ്ങനെ മതി. മനസ്സുകൊണ്ട് മന്ത്രം ജപിക്കണമെന്നില്ല. അപ്പം തെക്ക് പടിഞ്ഞാറേ മൂലയിലെ ഓം നമോ നാരായണായ വാഗുണ്ട് ജപിക്കണം. എന്നിട്ട് നാരായണനോട്, ഭഗവാൻ നാരായണനോട് പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിലെ പിതൃക്കൾക്ക് സായുജ്യം നൽകണേ ഭഗവാനെന്ന്. എന്നിട്ട് വീണ്ടും വാഗുണ്ട് ഓം കൃഷ്ണായ നമ ജപിക്കണം. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് കിഴക്കോട്ട് നിന്ന്. പിന്നെ വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വാഗുണ്ട് പരമേശ്വരി അമ്മ എല്ലാത്തിനും നന്ദി, മഹത്വം, കോടി കോടി നന്ദി ആ പാദങ്ങളിൽ. എന്നിട്ട് അതെല്ലാം വാഗുണ്ട് ജപിച്ചു, കുഴപ്പമില്ല. അതിനുശേഷം ശിവായ നമ വാഗുണ്ട് ജപിക്കുക. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ വാഗുണ്ട് ജപിക്കുക. മനസ്സിൽ ജപിക്കണ്ട, ഇങ്ങനെ അങ്ങ് പോട്ടെ. ഓരോന്നിനും ഓരോ രീതിയുണ്ട്, എല്ലാം ചെയ്ത് വരട്ടെ. നമ്മൾ ഈ മനസ്സിൽ ജപിക്കുക എന്ന് പറഞ്ഞാൽ വാഗുണ്ട് ജപിച്ച് നമുക്ക് വാഗുണ്ട് ജപിക്കുമ്പോൾ നമ്മൾ തന്നെ ശബ്ദം കേൾക്കുന്നു. അതിന് പ്രത്യേക ശക്തിയാണ്. അതൊരു കുറെ ആയിക്കഴിഞ്ഞ് മനസ്സിൽ ജപിച്ചാലാണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്നത്. ആദ്യം വാഗുണ്ട് തന്നെ ജപിച്ച് ശീലിക്കണം. അതാണ് അതിന്റെ രഹസ്യം. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ, ഓരോന്നിനും ഓരോ രീതിയുണ്ട്. പിന്നെ ഈ വീട്ടില് നമ്മുടെ ഒരു ഷെൽഫിലോ എവിടെങ്കിലും സ്വർണ്ണ നിറമുള്ള ബുദ്ധന്റെ ഒരു തല മാത്രമുള്ള പ്രതിമ വെക്കാൻ നല്ലതാണ്. അത് ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്നാന്ന് പറയാം എൻ്റെ രഹസ്യം, എനിക്ക് അനുഭവം ഉണ്ടായ കാര്യമാണ്. എൻ്റെ ഓഫീസിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്വർണ്ണ നിറമുള്ള ഒരു ബുദ്ധന്റെ തല മാത്രമായിട്ട് എൻ്റെ ടേബിളെ ഉണ്ടായിരുന്നു. എനിക്കത് ഒരുപാട് ഗുണം ചെയ്തു കേട്ടോ. അത് മേടിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ജീവിതത്തിൽ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അനുഭവമുള്ള പലരുമായിട്ടും കണ്ടുമുട്ടുകയും അവരും പിന്നെ ഇത് ഷോക്കേസിൽ വെച്ച് കഴിഞ്ഞ കാറും
സമ്പത്തും ഒക്കെ ഉണ്ടായ ആളുകളുണ്ട്. അപ്പം ഇത് സ്വർണ്ണ നിറമുള്ള, ശ്രദ്ധിച്ചു കേട്ടോണം, സ്വർണ്ണ നിറം എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിന് അറിയാലോ ഒരു കാര്യം, മഞ്ഞ നിറമാണ് സ്വർണ്ണ നിറം. ആ നിറമുള്ള അത് കിട്ടാൻ ഇച്ചിരി പാടാണ്. എനിക്കന്ന് ഞാനൊരു ബ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടു. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഞാനത് വാങ്ങിച്ച് എനിക്ക് ഒരു ആകർഷണം തോന്നി, എൻ്റെ ടേബിളെ വെച്ചു. എനിക്ക് അത് കഴിഞ്ഞ് ഭയങ്കര അത് ഗുണം ചെയ്തു കേട്ടോ, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. പക്ഷെ അത് താഴെ വീണ് പൊട്ടിയിട്ട് ഇപ്പം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുക. അതൊരെണ്ണം തപ്പിയിട്ട് പുതിയത് കിട്ടുന്നുമില്ല. അപ്പം അത് വീട്ടിൽ വാങ്ങാൻ പറ്റുവാണെങ്കിൽ വാങ്ങി, ചിലപ്പോൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും നെറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമായിരിക്കും സ്വർണ്ണ നിറമുള്ള. ഇപ്പം ഗൂഗിളിലൊക്കെ നോക്കിയാൽ ഒക്കെ ഇപ്പം ഇഷ്ടം പോലെ കിട്ടുമല്ലോ, ഓൺലൈൻ വഴി വാങ്ങാമല്ലോ. ഞാൻ ഓൺലൈൻ വഴി ശ്രമിച്ചില്ല, അല്ലാതെ വാങ്ങാൻ നോക്കിയിട്ട് കടകളിൽ ഒന്നും പോയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ പഴയത് താഴെ വീണ് പൊട്ടിപ്പോയി. അതുകൊണ്ടാണ്. അപ്പോൾ അത് വീടിൻ്റെ ഷെൽഫിൽ എവിടെങ്കിലും, അത് ദിക്കൊന്നുമില്ല, എവിടെ വേണമെങ്കിലും വെച്ചാൽ നമ്മൾ കാണത്തക്ക രീതി വെക്കുക. തല മാത്രം മതി, മൊത്തം വേണ്ട. ബുദ്ധൻ്റെ തല മാത്രം സ്വർണ്ണ നിറത്തിലുള്ള സാമ്പത്തികം വരും. ചെയ്തു നോക്കും. ഇതൊക്കെ കൃത്യം ഫലം കിട്ടിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടേ മറ്റെങ്ങോട്ടെങ്കിലും പോകാവുള്ളൂ. ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് അയലോക്കത്തും ബന്ധുക്കളിലും ഒന്നും കയറി ഇരിക്കരുത്, അത് ശരിയാകത്തില്ല. നമ്മളൊരു പ്രത്യേകിച്ച് നല്ല ദൂരെയുള്ള ക്ഷേത്രം, ചോറ്റാനിക്കരയോ ഗുരുവായൂരോ അമ്പലപ്പുഴയോ ഇനി അടുത്തുള്ള ക്ഷേത്രം ആയിക്കോട്ടെ, ക്ഷേത്രത്തിൽ പോയി നമുക്ക് അവിടെ നിന്ന് ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ വീട്ടിൽ കൊണ്ടുവരണം. ആ വീടിന് ആ ഗുണം ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ നേരെ ബന്ധുക്കാരുടെ വീട്ടിലോട്ട് പോവുക, അല്ലെ വേറെ വല്ലയിടത്തും കയറിയിരിക്കുക, അങ്ങനെ പോയാൽ ആ ഒരു ഐശ്വര്യത്തിനും ശരിയാകത്തില്ല കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അത് തന്നെയാണ് വലിയ വലിയ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വീട്ടിൽ ഈ വെള്ളം പൈപ്പൊക്കെ ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിവതും ക്ലിയർ ചെയ്യണം, നന്നാക്കണം. കാരണം അതൊക്കെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. സാമ്പത്തികമായ തടസ്സങ്ങൾ ഉണ്ടാകാം, അത് നമ്മൾ ക്ലിയർ ചെയ്തോണം. ഇനിയും വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് നിങ്ങളുടെ കുലദേവത, എൻ്റെ അച്ഛൻ്റെ കുടുംബദേവത എന്നെ അനുഗ്രഹിക്കണേ, സഹായിക്കണേ, കോടിക്കോടി നന്ദി, മഹത്വം, പ്രണാമം എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മയുടെ കുടുംബദേവത പ്രണാമം, പ്രണാമം, എന്നെ അനുഗ്രഹിക്കണേ എന്ന് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുക. കുടുംബദേവത ആ വ്യക്തിയിൽ പ്രസാദിച്ചിരിക്കും. കുടുംബദേവത പ്രസാദിച്ചാൽ നല്ല തൊഴിലുയർച്ച, സമ്പത്ത്, നല്ല കുടുംബം, ആയുരാരോഗ്യ, സമ്പൽ സമൃദ്ധി, ഐശ്വര്യങ്ങൾ, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, വലിയ 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 ഐശ്വര്യങ്ങൾ. അവർക്ക് അപകടങ്ങളൊക്കെ അവരിൽ നിന്ന് മാറിപ്പോകും. എല്ലാ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും കുടുംബദേവത അനുഗ്രഹിച്ചാൽ ആ കുലം രക്ഷപ്പെട്ടു. ഈ കുലദേവതയും കുടുംബദേവതയിലും ഒന്ന് തന്നെയാണ് കേട്ടോ. അതായത് ഇത് വീടിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് രാവിലെ കുളി കഴിഞ്ഞ് കിഴക്കോട് തിരിഞ്ഞെന്ന് വാഗൊണ്ട് പ്രാർത്ഥിക്കണം. എൻ്റെ അച്ഛൻ്റെ കുടുംബദേവതയെ പ്രണാമം, പ്രണാമം, സമ്പത്ത്, ഐശ്വര്യ, ഉയർച്ച, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, എല്ലാവരും വശമായിരിക്കണം. എന്ത് പ്രാർത്ഥിച്ചാലും അവസാനം ആയുരാരോഗ്യ, സമ്പൽ സമൃദ്ധിയും പ്രാർത്ഥിച്ചു വെക്കണം. എല്ലാവരും എനിക്ക് വശമായിരിക്കണം, എല്ലാത്തിനും നന്ദിയും കൂടെ പറയണം. എൻ്റെ അമ്മയുടെ കുടുംബദേവത ഇത്രയും തന്നെ വാഗൊണ്ട് പ്രാർത്ഥിക്കണം. രണ്ടും വാഗൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് രാവിലെ നിങ്ങൾ ചെയ്തു നോക്കുക, അപാരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. എവിടെ ഇരുന്നുകൊണ്ടും കുടുംബദേവത അത് കേൾക്കുക എന്നുള്ളതാണ്. ഈ കുടുംബദേവത കഴിഞ്ഞിട്ട് എല്ലാം ഉള്ളു കേട്ടോ. ചിലർക്ക് ഭയങ്കര സംശയമാണ്, കുടുംബദേവത ഒന്നാണോ കുലദേവത ഒന്നാണോ? ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ കുടുംബദേവത അല്ലെ കുലദേവത, ഇത് രണ്ടും നമ്മളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മളുടെ കുടുംബം നമ്മളെ കുലത്തിന്റെ ഭാഗമാണ്. കുലം നമ്മുടെ കുടുംബം തന്നെയാണ്. അപ്പൊ ഈ നമ്മളുടെ കുടുംബപരമായിട്ട് പൂർവികർ ആരാധിച്ചിരുന്ന ഒരു ദേവത കാണും. അത് നമ്മളുടെ പരമ്പരാഗതമായ തലമുറകളിലേക്ക് കൈമാറി വരുന്ന ഒരു ദേവതയുടെ പ്രാർത്ഥന കാണും. അത് നമ്മുടെ DNA യിലുള്ളതാണ്. നമ്മൾ എൻ്റെ കുടുംബദേവതയെന്ന് വിളിച്ചാൽ, എൻ്റെ അച്ഛൻ്റെ കുടുംബദേവതയെന്ന് വിളിച്ചാൽ കൃത്യമായിട്ട് ആ കുടുംബദേവതയിലെത്തും ആ പ്രാർത്ഥന. കാരണം എൻ്റെ DNA യിലുണ്ട് ആ ബോധം. എൻ്റെ DNA യിലുണ്ട് ആ ബോധം, നിങ്ങളുടെ DNA യിലുണ്ട് ആ ബോധം. കുടുംബദേവതയുടെ ബോധമുണ്ട്. അത് വേറെ എങ്ങും പോകത്തില്ല ആ പ്രാർത്ഥന. അല്ലാതെ ഇപ്പൊ അവിടെ ഇവിടെ എന്നൊക്കെ ഊഹിച്ചൊക്കെ പോയൊന്നും ഫലം കിട്ടുമൊന്നുമില്ല. കൃത്യമായിട്ട് അറിയാമെങ്കിൽ അവിടെ പോവുക തന്നെ വേണം, തൊഴണം, പ്രാർത്ഥിക്കണം, വഴിപാട് ചെയ്യണം. ഇനി അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിൽ ഈ പ്രാർത്ഥന ചെയ്യണം. അപ്പൊ ഞാൻ എൻ്റെ അച്ഛൻ്റെ കുടുംബദേവതയെന്ന് പ്രാർത്ഥിച്ചാൽ അത് എവിടെ ഇരുന്നു ആ കുടുംബദേവത ആ വിളി കേൾക്കും. കാരണം എൻ്റെ DNA യിൽ എൻ്റെ തലമുറ വഴിയായിട്ട് ആ കുടുംബദേവതയുടെ ഒരു ചൈതന്യത്തിന്റെ ഒരു ബോധമുണ്ട്. എൻ്റെ അമ്മയുടെ കുടുംബദേവത എന്ന് പറഞ്ഞാൽ കൃത്യം എൻ്റെ അമ്മയുടെ കുടുംബദേവതയിൽ ആ വിളി ചെല്ലും, അല്ല വേറെ എങ്ങും ചെല്ലത്തില്ല.
അല്ലാതെ നിങ്ങളിപ്പം പലരും പറയുന്ന കേട്ട് അവിടെ ഇവിടെയൊക്കെ ക്ഷേത്രത്തിൽ പോയി കുടുംബദേവതയാന്ന് വിളിച്ചാൽ അത് കുടുംബദേവത ചെല്ലണമെന്നില്ല. അതിനെ കൃത്യമായിട്ട് അറിയണം. ഊഹാഭോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പോയാൽ ശരിയാകണമെന്നില്ല. അങ്ങനെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ പോയി വിളിക്കണം. ഇനിയും കൃത്യമായിട്ട് പോയി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇല്ലേലും രാവിലെ പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാൽ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. ഇനി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുടുംബദേവതയിൽ എത്തും, എങ്ങനെങ്കിലും അവിടെ എത്തും. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യുക. പിന്നെ രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിക്കണം കേട്ടോ. നിലവിളക്ക് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ നിലവിളക്ക് തെളിയിക്കാത്തവർ പോലും തെളിയിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കാത്തത്. ചിലർ എന്നോട് പറയും, കൂടുതലും മലബാറിൽ നിന്നുള്ള ചില ആളുകൾ, സാറേ ഞങ്ങൾ രാവിലെ നിലവിളക്ക് തെളിയിക്കത്തില്ല. ഇത് വലിയൊരു സംഭവമായിട്ടാണ് പറയുന്നത്. അവർക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റമൊന്നും മലബാറിലുള്ള ചിലർ തെളിയിക്കുന്നവരുമുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കും. ഞാൻ പറഞ്ഞില്ല, ജപ്പാനിൽ പോലും മലയാളികൾ രാവിലെ വൈകിട്ടും നമ്മുടെ വീഡിയോ കാണുന്നതിന് നിലവിളക്ക് തെളിയിക്കുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തും തെളിയിക്കുന്നുണ്ട്. അവർക്ക് അതിന്റെ ഗുണമുണ്ട് താനും. അതായത് നിലവിളക്ക് തെളിയിക്കുന്ന എന്തിനാണെന്ന് ആദ്യം അറിയണം. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നിലവിളക്ക് തെളിയിച്ചെന്ന് പ്രാർത്ഥിക്കുക. രാവിലെ ചെറുപ്പം മുതലേ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മുത്തശ്ശി നാമം ജപിക്കുന്ന കണ്ടു. അതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ ജീവിതം മാറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത് എല്ലാവരും അറിയണം കേട്ടോ. കുട്ടികൾക്കൊട്ട് അറിയണം, പുതിയ തലമുറയൊക്കെ ഇത് അറിയണം. അതായത് നമ്മൾക്ക് ശരീരം എന്ന് പറഞ്ഞാൽ ഇത് സ്ഥൂല ശരീരമാണ്, കൈ കൊണ്ട് തൊടാം. ഇത് സ്ഥൂല ശരീരം, മനസ്സിലായില്ലേ? പക്ഷേ എൻ്റെ ഉള്ളിലൊരു ശരീരമുണ്ട്, ഊർജ ശരീരമാണ്. ഇപ്പോൾ ഫാൻ എന്ന് പറഞ്ഞാൽ ഫാനെ എനിക്ക് തൊടാം, അത് സ്ഥൂലം. ഫാനിൻ്റെ കാറ്റിനെ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല, അത് സൂക്ഷ്മം. എന്ന് പറഞ്ഞ പോലെ എൻ്റെ ശരീരം പിടിക്കാവുന്ന ഈ ബോഡി സ്ഥൂലമാണ്. ഇതിനുള്ളിൽ ഒരു ഊർജ ശരീരമുണ്ട്, കാണാൻ പറ്റത്തില്ല, പക്ഷെ ഊർജമായ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. അപ്പൊ ആ ശരീരത്തിന് നമ്മളിപ്പം ആഹാരം കഴിക്കണം. ഞാൻ ഇപ്പം ചോറുണ്ടെന്നു അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിൻ്റെ ഊർജം എൻ്റെ ഈ ഊർജ ശരീരം സ്വീകരിക്കും. എന്നിട്ട് ആഹാരം മലമായിട്ട് പോകും, നമ്മൾ വിസർജിക്കും. ഇനി വെള്ളം കുടിക്കുന്നു, ആ വെള്ളത്തിൽ നിന്ന് ഊർജം സൂക്ഷ്മ ശരീരം സ്വീകരിക്കും, ബാക്കി നമ്മൾ മൂത്രമായിട്ട് പോകുന്നു. നമ്മൾ ശ്വാസം എടുക്കുന്നു, ആ ശ്വാസത്തിൽ നിന്ന് ഊർജ ശരീരം സ്വീകരിക്കുന്നു, ബാക്കി ശ്വാസം പുറന്തള്ളുക. ഒന്നും ശരീരത്തിന് വേണ്ട, ഊർജം സ്വീകരിച്ചിട്ട് ബാക്കി വെളിയിൽ കളയുക. ഈ ഊർജം സ്വീകരിക്കുന്ന ഊർജ ശരീരമാണ് നമ്മുടെ ശരീരത്തിലെ എനർജി ബോഡി. ആ ഊർജ ശരീരത്തിന്, സൂക്ഷ്മ ശരീരത്തിന് പ്രാണൻ എന്ന് പറഞ്ഞ ആ ഒരു ചൈതന്യമാണ് അത് നിലനിർത്തുന്നത്. പിന്നെ പ്രാണനെ തന്നെ പലതായിട്ട് തിരിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പല പ്രാണനെ കുറിച്ചും അതിൻ്റെയൊക്കെ ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് പോകുന്നില്ല. പ്രാണൻ എന്ന് മനസ്സിലാക്കുക, പൊതുവായിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ മതി. ചൈതന്യം, പ്രാണൻ. അപ്പോഴേ നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോൾ, വിളക്ക് ഓട്ട് വിളക്കാം അല്ലേ, അതൊരു സങ്കരമായി ഓടെന്ന് പറയുന്നത്. അത് നമ്മൾ എള്ളെണ്ണ ഒഴിക്കുന്നു. എള്ളെണ്ണയ്ക്കകത്ത് ഇരുമ്പിൻ്റെ ഒരു അംശമുള്ളതാണ്. അപ്പോൾ ഈ എള്ളെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ ഓട്ടുവിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കുമ്പോൾ അവിടെ ചൂടാകുന്നുണ്ട്, താപം ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊരു ഊർജം വെളിയിലോട്ട് വരുന്നുണ്ട്. ഇപ്പം എല്ലാത്തിൽ നിന്നും ഊർജം വെളിയിലോട്ട് വരുന്നുണ്ടല്ലോ. ആ ഊർജം ഈ ഓട്ടുവിളക്കിൽ നിന്ന് എള്ളെണ്ണ ഒഴിക്കുമ്പോൾ, ആ വിളക്ക് തെളിയിക്കുമ്പോഴുള്ള ആ താപം, ആ ഊർജം ചുറ്റും പരക്കുമ്പോൾ അത് നമ്മളുടെ പ്രാണശരീരത്തെ ബലപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? പ്രാണശരീരത്തെ, സൂക്ഷ്മ ശരീരത്തെ ബലപ്പെടുത്തും. അപ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം, നമുക്ക് പല കാര്യങ്ങളിലും നമ്മുടെ ഊർജ്ജ ശരീരം കൂടുതൽ ബലപ്പെടുന്നതാണ്. ആത്മീയമായ കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും, അതുപോലെ കോൺഫിഡൻസും ദൈവാധീനവും, ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, നല്ല ചിന്താഗതികൾ, ഇതൊക്കെ ഉണ്ടായി വരും. അപ്പം ചിലർ വിചാരിക്കും, പിന്നെ ആളുകളുടെ സംശയം, 1 തിരി എത്തിക്കണോ, 2 തിരി എത്തിക്കണോ, 3 തിരി എത്തിക്കണോ, 4 തിരി എത്തിക്കണോ, 5 തിരി എത്തിക്കണോ? ഒരു സംശയം വേണ്ട, 5 തിരി. അതിന് വേറെ നഷ്ടം അങ്ങ് വന്നോട്ടെ. അത് എന്തുകൊണ്ടാണ് അറിഞ്ഞാൽ നിങ്ങൾ കത്തിക്കും. 1 തിരി കത്തിക്കുമ്പോഴാണോ, 2 തിരി കത്തിക്കുമ്പോഴാണോ, 3 തിരി കത്തിക്കുമ്പോഴാണോ, 4 തിരി കത്തിക്കുമ്പോഴാണോ, 5 തിരി കത്തിക്കുമ്പോഴാണോ കൂടുതൽ ഊർജം വെളിയിലോട്ട് വരുന്നത്? 5 തിരി കത്തിക്കുമ്പോഴാണ് ഈ 4 ദിക്കിലേക്കും, അതായത് 4 ദിക്കിലേക്കും കൂടുതൽ ഊർജം പ്രസരിക്കുന്ന 5 തിരി കത്തിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പ്രാണശരീരത്തിന് കൂടുതൽ, ആ പ്രാണശരീരം കൂടുതൽ ബലപ്പെടും. അപ്പോഴല്ലേ കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത്. ഇനി അങ്ങനെ ഒരു സംശയത്തിന്റെ കാര്യമില്ലല്ലോ. കുറച്ച്
പ്രാണശരീരം ബലപ്പെട്ടാൽ മതി എന്നുള്ളവർ ഒരു തിരി എത്തിച്ചാൽ മതി, അല്ലെങ്കിൽ രണ്ട് തിരി എത്തിച്ചാൽ മതി. അതിന്റെ ബുദ്ധിമുട്ടുകളും വീട്ടിൽ കലഹം നമ്മുടെ പ്രാണശരീരത്തിന്, സൂക്ഷ്മ ശരീരത്തിന് ആ ഊർജത്തിന്റെ ഒരു ബലം ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത, ടെൻഷൻ, ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം എല്ലാവരോടും ദേഷ്യം, വീട്ടിൽ കലഹം. ആ പ്രാണശരീരം ബലപ്പെട്ട് കഴിയുമ്പോൾ സന്തോഷം, ദൈവാധീനം, ഈശ്വരാധീനം, അതിന് 5 തിരി തന്നെ ഇറണം. അപ്പോഴാ കൂടുതൽ ഊർജം വിളക്കിന്ന് പ്രസരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ കത്തിക്കും. എൻ്റെ വീഡിയോ കണ്ട്, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് മനസ്സിലാക്കിയവരെല്ലാം വീട് ശരിയായിട്ട് നിലവിളക്ക് കത്തിച്ചു ചെയ്ത് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ട്. പിന്നെ വടക്ക് ഭാഗത്തെ ജനൽ അടച്ചിടണം. കാരണം വടക്ക് ഭാഗത്തു നിന്ന് ആ ഊർജം കൂടുതൽ വീടിനുള്ളിൽ തന്നെ ഊർജം തങ്ങി നിൽക്കാനാണ്. തെക്കുന്ന് വടക്കോട്ടാണല്ലോ ഒരു കാന്തിക പ്രവാഹമൊക്കെ. അപ്പൊ നമ്മൾ ഈ വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ വടക്ക് ദിക്ക് ജനലുണ്ടെ അടച്ചിടുക. കുറച്ചു നേരം ആ ഊർജം വീട്ടിൽ തങ്ങി നിൽക്കട്ടെ എന്ന് കരുതുക. ഇതിനകത്തൊക്കെ കാര്യമുണ്ട്. അത് ശരിയായിട്ട് മനസ്സിലാക്കി അതിന്റെ റിസൾട്ട് കിട്ടും. നിങ്ങൾ ഇങ്ങനെ വിളക്ക് കത്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല നല്ല സന്തോഷമാണ്. സന്തോഷം ഉണ്ടാകുമ്പോൾ ചുമ്മാ വീട്ടിൽ കലഹവും വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് എല്ലാവരോടും ദേഷ്യപ്പെടുന്നത്, വീട്ടിൽ കലഹം ഉണ്ടാകുന്നത്, വഴക്കുണ്ടാകുന്നത്. നമുക്ക് സന്തോഷവും മനസ്സിന് സമാധാനവും ഉണ്ടാകുമ്പോൾ നമ്മുടെ ജോലിയിലും എല്ലാം ഉയർച്ച ഉണ്ടാകും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് സമ്പത്തും ഐശ്വര്യം എല്ലാം വരികയും ചെയ്യും. അപ്പം നമ്മുടെ ഉള്ളിലാണ് അടിസ്ഥാനമായി മാറ്റം ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതൽ വിശദമാക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് പിന്നെ വീടിന്റെ പ്രധാന വാതിലും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഈ പ്രധാന വാതിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത് എന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രധാന വാതിലിൽ കൂടെയാണ് എപ്പോഴും അകത്തേക്ക് പോകുന്നതും വെളിയിലോട്ട് ഇറങ്ങുന്നതും. അപ്പം നമ്മൾ വൃത്തിയായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നും, അല്ലേ? നമ്മളിപ്പോൾ ഒരു നല്ല വൃത്തിയായ ഒരു റൂമിലോട്ട് കയറി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നും. ഒരു അലങ്കോലപ്പെട്ട് എല്ലാം കിടക്കുന്ന ഒരു റൂമിലേക്ക് കയറുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത തോന്നും. അപ്പം പ്രധാന വാതിൽ നല്ല വൃത്തിയായിട്ട് കിടന്നാൽ നമ്മൾ എപ്പോഴും വീട്ടിൽ നിന്ന് വെളിയിലോട്ട് പോകുന്ന അകത്തോട്ട് വരുന്ന ആ വാതിൽ വഴിയാണ്. അപ്പം നമുക്കൊരു സന്തോഷം തോന്നും. പിന്നെ പല വീടുകളും നിങ്ങൾ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചു, ഈ ആൾതാമസമില്ലാതെ കാട് കയറി കിടക്കുന്ന പല വീടുകളും നമ്മൾ ഈ യാത്ര ചെയ്യുമ്പം കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആ വീടുകൾക്കൊക്കെ ഈ പൊക്കക്കുറവായിരിക്കും. പ്രധാന വാതിലിനൊക്കെ കട്ടളയ്ക്ക് വലിയ പൊക്കം കാണത്തില്ല. ഇരുത്തിയ വീടുകളായിരിക്കും എന്ന് വെച്ചാൽ പൊക്കക്കുറവായിരിക്കും. വീടിന്റെ കട്ടള കഴിഞ്ഞ് വലിയ ഉയരം കാണത്തില്ല. എപ്പോഴും നല്ല ഒരു സാമാന്യ ഉയരത്തിൽ വേണം ആ കട്ടള കഴിഞ്ഞും വീട് വെക്കാൻ. വീട് വെക്കുമ്പോൾ കട്ടള കഴിഞ്ഞും ഇച്ചിരി ഉയരം വേണം. അത് വാസ്തുവുമായി ബന്ധപ്പെട്ടവരോട് നോക്കി ചെയ്താൽ മതി. ഈ താഴ്ന്ന് ഇരിക്കുന്ന വീടുകളിൽ ഈ വായുപ്രവാഹം കുറവായിരിക്കും. അതതിൻ്റെ അകത്തെ കാര്യം. നമ്മളിച്ചിരി ഉയരത്തില് മുറിക്ക് കുറച്ച് ഉയരമുണ്ട്, അത്രയും കൂടുതൽ വായു ആ മുറിയിൽ തങ്ങും. ഓക്സിജൻ കൂടുതൽ കിട്ടുമ്പോൾ നമ്മുടെ ബുദ്ധിയിലും അതിന്റെ ഗുണം ഉണ്ടാവും. വായു നല്ലതായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഓക്സിജൻ കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയെല്ലാം ശരിയായിട്ട് പ്രവർത്തിക്കും. ഓക്സിജനിൽ നിന്ന് ഊർജ്ജമാണ് കിട്ടുന്നത്. അത് ശ്വാസത്തിൽ അപ്പൊ നമ്മുടെ ഇരിക്കുന്ന മുറിയില് ഇടുങ്ങിയ മുറിയാണെങ്കിൽ കുറച്ച് വായുവേ അവിടെ കയറത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ കൃത്യമായ കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ രാവിലെയും വൈകിട്ട് നമ്മൾ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് പ്രപഞ്ചമേ ഈശ്വര എല്ലാത്തിനും നന്ദി മഹത്വം എന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു ദേവന്റെ ദേവിയുടെ പേര് വിളിക്കാതെ പ്രപഞ്ചമേ ഈശ്വര എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, ഇന്ന ദിവസം ഞാൻ നിന്നിൽ സമർപ്പിക്കുന്നു, എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഇങ്ങനെ ഒരു പ്രാർത്ഥന മനസ്സുകൊണ്ട് ചെയ്യുക. ഇതുവരെ എനിക്ക് നൽകിയ എല്ലാ ഐശ്വര്യത്തിനും സമ്പത്തിനും പ്രപഞ്ചമേ ഈശ്വര നന്ദി, ഇന്നത്തെ ദിവസം ഞാൻ നിന്നിൽ സമർപ്പിക്കുന്നു എന്ന് രാവിലെ പ്രാർത്ഥിക്കുക. വൈകിട്ട് പ്രപഞ്ചമേ ഈശ്വര എല്ലാത്തിനും നന്ദി, എനിക്ക് ഇതുവരെ നൽകിയ എല്ലാ ഐശ്വര്യത്തിനും. നമ്മൾ നടക്കുന്നു, ഇരിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, ഇതൊക്കെ നമുക്ക് പറ്റുന്നുണ്ടല്ലോ, അതിനെല്ലാം ഈശ്വരന് നന്ദി. മനസ്സിലായോ? അല്ലാതെ വലിയ മണിമാളിക ഉണ്ടായതിനല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്നതിന്, ശ്വസിക്കുന്നതിന്, ചിരിക്കാൻ പറ്റുന്നതിന്, നടക്കാൻ പറ്റുന്നതിന്, ആഹാരം കഴിക്കാൻ പറ്റുന്നതിന്, എഴുന്നേറ്റ് നടക്കുന്നതിന്, എല്ലാത്തിനും ഈ പ്രപഞ്ചമേ ഈശ്വര നന്ദി. വൈകിട്ട് പ്രാർത്ഥിക്കുമ്പം എൻ്റെ നാളത്തെ ദിവസവും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു എന്ന് പറയുക, എല്ലായിടത്തും ഇഷ്ടം. രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പ്രപഞ്ചമേ ഈശ്വര എല്ലാത്തിനും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, എൻ്റെ ഇന്നത്തെ ദിവസം അവിടുത്തെ സമർപ്പിക്കുന്നതെല്ലാം അവിടുത്തെ ഇഷ്ടമെന്ന് പറയുക. മനസ്സിലായി? ഇങ്ങനെ രാവിലെ പോയിട്ടും പ്രാർത്ഥിക്കുക, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പ്രകൃതിയെ നോക്കി സിറ്റ് ഔട്ട് ഇരുന്നുകൊണ്ട് മനസ്സുകൊണ്ട് രാവിലെ ഒരു 5:30 അല്ലെങ്കിൽ 6:30 ഇടയ്ക്ക് പ്രകൃതിയെ നോക്കി കസേര ഇരുന്നുകൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. ഒരുപാട് മാറ്റം ജീവിതത്തിൽ വരും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.